Hey guys, welcome to Weekend Games. As usually, ഈ ട്രെയിൻ റേസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇത്തവണ റേസിന് ചെറിയൊരു മാറ്റമുണ്ട്. ട്രെയിനിന്റെ കൂടെ മത്സരിക്കുകയല്ല, എതിരെ വരുന്ന ട്രെയിനിന് എതിരെ ചെല്ലണം. ആരാണോ ആദ്യം രക്ഷപ്പെടുന്നത് അവനാണ് ലൂസർ. അതാണ് കാറുകൾ. കാറുകളും എന്റേത്, കൺസെപ്റ്റും എന്റേത്. Is there anybody to race? It's a risk games. ഒന്ന് പാളിയിൽ ക്ലോസ് ആവും. റിസ്ക് ഇല്ലെങ്കിൽ ഗെയിംസിൽ പിന്നെ എന്ത് കിക്കാണ് ഉള്ളത്? അതുകൊണ്ടാ ഗൈസ് ബെറ്റ് മണി 1:10. 10,000 കിട്ടിയാൽ 1 lakh കിട്ടും. ഓ നോ, നോബഡി. നമ്മുടെ ഈ വേൾഡിൽ താജ്മഹൽ ഒന്നേ ഉള്ളൂ, ഈഫൽ ടവർ ഒന്നേ ഉള്ളൂ, ബെറ്റിംഗിൽ ജെയിംസ് ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും പ്രൂവ് ചെയ്യാം. വൗ! സവാഷ്! അളിയരൊന്ന് നിർത്തിക്കേ. ഞങ്ങളോട് പറയട്ടെ, നീ ഒരു പുല്ലു അല്ലടാ. ഈ വേൾഡിലുള്ളതിനേക്കാളൊക്കെ മുകളിലായി നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഈ സിറ്റിയിൽ ഒരേ ഒരുത്തനെ ഉള്ളടാ. എന്നെ തോൽപ്പിക്കാനോ? ആരാടാ? നീയാണോ? ഞാനല്ലടാ, ഞങ്ങളുടെ ലീഡർ. ആരാടാ ഗള്ളി ലീഡർ? ഗല്ലി ലീഡർ അല്ലടാ, ഗ്യാങ് ലീഡർ. ഗ്യാങ് ലീഡറോ? അവനൊന്ന് തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അത് മാത്രമാകും ലക്ഷ്യം. അവന്റെ വാക്കിങ്ങിൽ സ്റ്റൈൽ ഉള്ളതുപോലെ ഫേസിൽ നല്ല സ്മൈലും ഉണ്ടാകും. കണ്ണിൽ കനലാണ് എരിയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ബോഡി സ്ട്രക്ചർ കണ്ടാൽ നല്ല ഇരുമ്പ് ഉരുക്കിയെടുത്തത് പോലെ തോന്നും. അങ്ങ് പറ. Mr. King Masilman Macha Nidira Vidan Daga Daga Dum Tham Macha He's the Mr. King Masilman Macha Yenennu Mivanini Namukku Muluvan Raksha ഞാൻ രാജ്, ബെറ്റിംഗ് രാജ്. ആദ്മി കം, റിസ്ക് ജ്യാദാ. മോനെ, നീയോ എന്നോട് മത്സരിക്കാൻ? ബെറ്റിന് വരുന്നവരെ ആരും നിസ്സാരമായി കാണരുത്, പിന്നെ വിഷമിക്കേണ്ടി വരും. എന്റെ ട്രാക്ക് റെക്കോർഡ്സ് അറിഞ്ഞിട്ടാണോ വന്നത്? ഞങ്ങളുടെ ലീഡർ വന്നിരിക്കുന്നത് എല്ലാ റെക്കോർഡ്സും പൊളിക്കാൻ വേണ്ടിയാണ്. തോറ്റുപോയാലോ? മോനെ ജെയിംസേ, വെറുതെ സ്വയം പ്രശംസിക്കാൻ വേണ്ടി നാക്കിട്ടടിച്ച എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് എന്നോട് ബെറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറാവും. കമോൺ. കേൾക്കടാ, വെസ്റ്റ് ബാച്ച് വേഴ്സസ് ബെസ്റ്റ് ബാച്ച്. വിയർപ്പ് വേഴ്സസ് പെർഫ്യൂം.
എടാ ഇത് നീ തന്നെ വെച്ചോ, നിന്റെ അനിയത്തിക്കുള്ള ഫീസ്. ബെറ്റ് വെച്ചിട്ട് പൈസ അല്ലേത്? ഇതെന്റെ അനിയത്തിക്കുള്ള കോളേജ് ഫീസാ. അപ്പോഴെണ്ണം അടിക്കാനെങ്ങനെ അതിന് ഞാനില്ലടാ അവിടെ. വാ. എന്താ വേലക്കാരി വേണോന്നോ? അവിടെ എന്തായാലും നടക്കില്ല. ഞാൻ ബാച്ചിലർ റൂമിൽ ജോലി ചെയ്യില്ല മോനെ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പറ. ദാ എല്ലാം കൂടിയ തുണിയാ സൂക്ഷിച്ച് തേക്കണം. അല്ലടി നിനക്കാ ബാച്ചിലർ പിള്ളേരുടെ അടുത്ത് ജോലിക്ക് പോയാലെന്താ? എല്ലാ ജോലിക്കും കൂടി ചേർത്താ ശമ്പളമൊന്നും. എന്താ പോട്ടോ? ഇത്ര രാവിലെ തന്നെ ഇത് വേണോ അച്ഛാ? എന്ത് ചെയ്യാന്? രാമനാരായണനെ കുറിച്ച് ഓർത്തറ. അതാര്? കണ്ടോടാ, വെള്ളം അടിക്കുന്ന എനിക്ക് നിന്റെ അച്ഛന്റെ പേര് ഓർമ്മയുണ്ട്, നീ മറന്നുപോയി. അച്ഛാ എന്റെ അച്ഛന്റെ പേര് സൂര്യനാരായണൻ. ഒരു ബഗ് ഉള്ളി ചെന്നപ്പോ രണ്ടച്ഛൻ ജമ്പായി പോയതാടാ. മോനെ, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പൊ 13 വർഷങ്ങളായടാ. അവനെ നമുക്ക് കിട്ടിയിട്ട് നല്ല പറയേണ്ടത്. നമ്മളെ അവന് കിട്ടിയിട്ട് 13 വർഷങ്ങളായെന്ന് പറ. അതെന്താടി? നിങ്ങൾ വെള്ളം അടിച്ച് ലെവലില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ വീണ് കിടന്നപ്പോഴേ ട്രെയിനിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നത് ഇവനാ. സോറിടാ, 13 വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ടത് ഞാൻ ഇപ്പൊ നിന്നോട് പറയൂ. എന്ത്? താങ്ക്സ് ഡാ. ശരി ശരി. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ അവസ്ഥ എന്താ പിന്നെ? അതേ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, അതിനു മുമ്പേ വിറ്റുതരാം. കണ്ടോടാ, എന്റെ വിഷമം അല്പമെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ നീ നോക്ക്. ഒന്ന് ചുമ്മാ ഇരി. എന്റെ കയ്യിൽ 70 കിലോ പൊന്നുള്ളപ്പോ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നേ? ഇതങ്ങ് നിർത്തിക്കൂടെ അച്ഛാ? ശരി, നിർത്തിയേക്കാടാ. നീ ബെറ്റിംഗ് നിർത്തിയാ ഞാൻ ഇത് നിർത്തിയേക്കാം. ഹലോ, നീ എല്ലാ മാസവും 1-ാം തീയതി എന്നെ വീട്ടുമുറ്റത്ത് തെണ്ടാൻ വന്നോണം. അത് മാറ്റിയേ ചെയ്യരുത്. അപ്പോ ഞാനും അവനെ പോലാണെന്നോ? പക്ഷെ അവൻ നിന്നെ പോലെയല്ല. അവൻ മറ്റു വീട്ടിൽ തെണ്ടുമ്പോ നീ സ്വന്തം വീട്ടിൽ തെണ്ടും. അയ്യോ, ഓണറെ പിച്ചക്കാരനെന്ന് വിളിക്കുന്നോ? എടുക്ക്, എന്റെ റെന്റ് വേഗം എടുക്ക്. റെന്റും കറണ്ടും ബില്ലും ഒക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ആളിപ്പോ വരും. പറഞ്ഞോട്ടെ. ഇങ്ങേര് നന്നാവൂല. നന്നാവാൻ ഞാൻ തോണിക്കല്ല കുടിക്കുന്നേ. കള്ളിനോട് വെറുതെ സംസാരിച്ചിട്ട് എന്താ എന്ത് പറ്റി കാര്യം? അങ്കിൾ? വേറെന്ത് പറ്റാനാ? നീ തരേണ്ടത് ഇങ്ങ് തന്നാ ഞാൻ അങ്ങ് പൊയ്ക്കോളാം. അല്ലേടാ സോമ? ഇതെന്താ അങ്കിൾ ഒരു പുതിയ രീതി? നമ്മൾ എല്ലാ മാസവും ബെറ്റ് വെക്കാറുള്ളതല്ലേ? ഇവിടെ താമസം തുടങ്ങി അന്ന് മുതൽ നീ എന്നെ ഒതുക്കിയത് മതി. നമ്മൾ ബെറ്റ് വെക്കുന്നു, ഞാൻ അങ്ങ് തോക്കുന്നു, വാടക തരാതിരിക്കുന്നു. ഇന്ന് മുതൽ ആ പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. അല്ലേടാ സോമ? അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഇന്ന് നിനക്ക് എന്നെ ഒതുക്കാനൊന്നും പറ്റില്ലടാ മോനെ. വെളുപ്പിന് യോഗയൊക്കെ കഴിഞ്ഞ് മംഗളാനന്ദ സ്വാമിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടാ വന്നത്. ശരി, പക്ഷെ അവസാനമായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? നിന്റെ ജീവിതത്തിലെ അവസാന ചോദ്യമാണെങ്കിൽ ശരി, എന്റെ അവസാനത്തെ മറുപടി ഇത് തന്നെയാ. എന്നാ ഞാൻ ലോക്ക് ചെയ്യട്ടെ. ബെറ്റല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എങ്കിൽ ശരി, അങ്കിളുടെ വിധി. കസ്തൂരി ആന്റി, ആന്റി ബെറ്റിന്റെ കാശ് എടുത്ത്. എന്റെ ഭാര്യ നിനക്ക് ബെറ്റ് കാശ് തരുന്നത് എന്തിനാടാ? അതെ അങ്കിൾ, ഇത്തവണ അങ്കിള് ബെറ്റ് വെക്കില്ലെന്ന് ആന്റിയോട് ഞാൻ ബെറ്റ് വെച്ചിരുന്നു. നിങ്ങൾ കാരണമല്ലേ ഞാൻ തോറ്റുപോയത്. എപ്പോഴും ബെറ്റ് വെക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ വെച്ചാൽ എന്തായിരുന്നു കുഴപ്പം? വീട്ടിലുള്ള ആണുങ്ങളോട് പറയാതെ എന്ത് തോന്നിയ സ്ഥലത്ത് കാണിച്ചാ അവനോട് ബെറ്റ് വെച്ചാൽ എന്നോട് പറയണ്ട. എനിക്ക് സൗകര്യമില്ലായിരുന്നു. നിങ്ങളുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വീട്ടിൽ നടത്തിക്കോ. എന്റെ കാശ് ക്യാഷ് എടുക്ക്. എവിടെ പോക്കറ്റ് കൈയിട്ട് ഇക്കളിയാക്കാൻ വിടറി. അല്ല, ഇതാ പിടിക്ക്, നിങ്ങളുടെ റെന്റും എന്റെ പെർസെന്റ്. ഡാ, നീ അത്ര മിടുക്കനാണെന്ന് വിചാരിക്കണ്ട. എല്ലാവർക്കും നീ ഇങ്ങനെ പണി കൊടുക്കുന്നത് പോലെ ആരെങ്കിലും നിനക്കിട്ടും പണി തരൂടാ. വിജയത്തിലുള്ള ലഹരി വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. Now I am a loser. അവനോട് എനിക്ക് ജയിക്കണം. അതിന് ഞാൻ എന്തും ചെയ്യും. അതാണ് ഇനി പ്ലാൻ ചെയ്യേണ്ടത്. ചെയ്യും. മാൻഷൻ ഹൗസ് ക്രിക്കറ്റ് ലീഗിലേക്ക് വെൽക്കം, വെൽക്കം. മാൻഷൻ ബോയ്സാ ജയിച്ചത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു കുടുംബം നടത്തുന്നതിനേക്കാളും ഈസിയാ. ഇവിടെ ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൂല, ബാറ്റിംഗ് എന്ന് പറയുന്നത് ചൂല് കൊണ്ടുള്ള തൂത്തുവാറില്ല. അപ്പൊ ബൗളിംഗ് എന്ന് വെച്ചാൽ ചീത്തയായ കൊഴുക്കട്ട വലിച്ചെറിയുന്നു. അതേ ഉള്ളൂ. 6 അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അടപ്പം ഞാൻ തരും. അതെ.